ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബിജൂസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് മാത്രമാണ് ഇപ്പോൾ ഇടാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി. നമ്മുടെ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരം ആണ് ഗുരുവായൂർക്കുള്ളത്. പിന്നെ എല്ലാവർക്കും കൃഷ്ണനെ കാണുക എന്ന് വെച്ചാൽ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഗുരുവായൂർക്ക് പോയി. നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കയറി തൊഴാനൊക്കെ സാധിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു, കടകളൊക്കെ കയറി. അതൊക്കെയാണല്ലോ നമുക്ക് ഗുരുവായൂർ പോയാൽ അവിടുത്തെ ഒരു എന്താ പറയുക, ചുറ്റമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ കൃഷ്ണനെ കാണുക, പിന്നെ അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടി വിചാരിച്ചു ആനക്കോട്ടയിൽ പോവാണ്. അവിടുന്ന് കുറച്ച് അടുത്തായിരുന്നു, 1.5-2 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നുള്ളൂ പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടി ആനക്കോട്ടയിലേക്ക് പോയി. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ, ആനക്കോട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ലൊരു ചൂടുള്ള ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആനക്കോട്ടയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ എന്തൊരു തണുപ്പായിരുന്നു എന്ന് പറയും. ചുറ്റും നിറച്ച് മരങ്ങളും എല്ലാം ആയിട്ട് കണ്ണിന് മനസ്സിനൊക്കെ വളരെ കുളിർമയേറിയ ഒരു കാഴ്ചയായിരുന്നു അത്. പിന്നെ അതുമാത്രമല്ല, ഓരോ ആനകളും, കുറേ ആനകളെ നമ്മളൊരു സ്ഥലത്ത് കാണുമല്ലേ, അപ്പോൾ അതൊക്കെ നന്നായി കണ്ടു. ഉള്ളിലൊരു കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ ആനകളുടെ അടുത്തേക്ക് പോകാനൊക്കെ. പിന്നെ ഒരു ദൂരത്തിൽ നിന്ന് കൂടുതൽ അവിടേക്ക് നമുക്ക് ആനകളുടെ അടുത്തേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഓരോ ആനകളെയും കണ്ടു. പിന്നെ പാപ്പാന്മാർ ആനകൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു. ഒരു നല്ല രസകരമായ ഒരു സമയമായിരുന്നു അത്. അങ്ങനെ അപ്പോൾ കുറേയധികം ആനകളെയൊക്കെ കണ്ടു. ചില ആനകളുടെ അടുത്തേക്കൊക്കെ പോവാൻ സമ്മതിച്ചില്ല. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന മതപ്പാടിലാണ്, അടുത്തേക്ക് പോകരുതെന്ന്. എന്നാലും ഇത്ര അടുത്ത് നിന്ന് ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും അതൊരു വലിയ അത്ഭുതം. നമുക്ക് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഓരോ ആനയും കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്. അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയല്ലേ, എന്നാലും പക്ഷേ നമുക്ക് കാണാൻ, ഇത്ര അടുത്തൊക്കെ നിന്ന് കാണാനും എന്താ പറയുക, അവനെ എങ്ങനെ പരിചരിക്കുന്ന പാപ്പാന്മാർ എന്നൊക്കെ കാണാനൊക്കെ ഉള്ളൊരു അവസരമാണ് നമുക്കുണ്ടായത്. കുറേ നേരം ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചു കേട്ടോ. ഓരോ ആനയുടെ അടുത്തു നിന്ന് ചില ആനകളൊക്കെ ഇങ്ങനെ കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ തീറ്റ കൊടുത്ത പട്ട എടുത്തിട്ട് വലിച്ചെറിയുക, അങ്ങനെ അതിൽ മേല് ശരീരത്തിലേക്ക് ഇടുക, അങ്ങനെയൊക്കെ കുറേ കുറുമ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പിടിയാനേനെ കണ്ടു. പിടിയാനെ അതെ, നല്ല രസത്തിൽ ഇങ്ങനെ കുറുമ്പൊക്കെ കാണിച്ച് ഇങ്ങനെ നല്ല രസമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ആനയുടെ അടുത്തേക്കൊക്കെ എത്തിയപ്പോൾ ആനത പട്ടയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം വലിച്ചെറിഞ്ഞു വന്നിട്ട് ആണ് കുറേ കഴിക്കുകയും ഒക്കെ ചെയ്തത്. അത് കുറേ നേരം പിടിച്ചു അതൊക്കെ കാണാൻ ഒരു രസം. കുറേ നേരം നമ്മൾ ഈ ആനയുടെ അടുത്തൊക്കെ സമയം ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചില ആനകളുടെ അടുത്തൊക്കെ, അതായത് നന്നായി ഇങ്ങനെ കുറുമ്പൊക്കെ കാണിക്കുന്ന ചില ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, സന്തോഷമുണ്ട്, ഒരു രസവും അത്ഭുതവും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ ആനയുടെ അടുത്ത് എത്തിയപ്പോഴും അതെ, ഈ ആനയെ നല്ല കുറുമ്പൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഒരു എന്താ പറയുക, കൗതുകമൊക്കെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഒരു എന്താ പറയുക,
നമ്മളിങ്ങനെ ഇത്രയും ആനകളെയൊക്കെ നമ്മൾ പൂരത്തിനൊക്കെ ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും അടുത്തൊക്കെ നിന്ന് കുറേ നേരം അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കാനും അവരെന്തൊക്കെയാണ് ചെയ്യുന്ന കുറുമ്പുകളൊക്കെ കാണാനും ഒക്കെ നമുക്ക് സാധിച്ചു. ഇനി ഗുരുവായൂരിലൊക്കെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഗുരുവായൂർ കൃഷ്ണനെയൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ ആനക്കോട്ട സന്ദർശിക്കുക. അവിടെ പോയിട്ട് എല്ലാ ആനകളെയൊക്കെ ഒന്ന് കാണുക. രസമാവും, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും അത്. കുറേ ആനകളെ കാണുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ, അങ്ങനെ കുറേ ആനകളല്ലേ എന്നൊക്കെ. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ആരും. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ വരുമ്പോൾ അടുത്ത് തന്നെയാണ് പുന്നത്തൂർ ആനക്കോട്ട, അവിടെ ഗുരുവായൂരിനടുത്താണ്, പോയവർക്കൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും ആനക്കോട്ടയൊക്കെ പോയി കാണുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻസും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.